നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടോ ഓഫീസിലും തിരഞ്ഞെടുപ്പുകളിലും സമൂഹത്തിലുമൊക്കെ ഏറ്റവും മോശം ആളുകൾ പ്രസക്തി നേടുന്നു? അവർ കള്ളം പറയുന്നു, മറ്റുള്ളവരെ സ്വാധീനിക്കുന്നു, ക്രെഡിറ്റ് എടുക്കുന്നു, മറ്റുള്ളവരെ പറ്റി മോശം പറയുന്നു, എന്നിട്ടും അവർ ഉയർച്ച കൈവരിക്കുന്നു. സത്യസന്ധരും ദയയുള്ളവരും അവഗണിക്കപ്പെടുന്നു, പിന്നിലാക്കപ്പെടുന്നു. ലോകം സത്യസന്ധതയേക്കാൾ നിഷ്ഠൂരതയെ പ്രോത്സാഹിപ്പിക്കുന്നത് പോലെ തോന്നുന്നത് എന്തുകൊണ്ടാണ്? എപ്പോഴും നന്മയാണ് വിജയിക്കുക, നീതിപൂർവം കളിക്കുന്നത് വിജയത്തിലേക്ക് നയിക്കുമെന്ന് കേട്ടാണ് നമ്മൾ വളർന്നത്. എന്നാൽ യഥാർത്ഥ ജീവിതം വ്യത്യസ്തമായി കാണപ്പെടുന്നു. ഞാൻ പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ട്, ഉയർച്ച നേടാൻ ധാർമ്മികത ഒരു തടസ്സമാണോ? ചരിത്രത്തിലെ സ്വേച്ഛാധിപതികൾ മുതൽ ഇന്നത്തെ കോടീശ്വരന്മാരിൽ വരെ ഈ രീതി കാണാം. ഇത് സിസ്റ്റത്തിലെ ഒരു തകരാറല്ല, ഇതാണ് സിസ്റ്റം. എന്നാൽ ഒരു ട്വിസ്റ്റ് ഉണ്ട്. എല്ലാ അധികാരവും ടോക്സിക് അല്ല, എല്ലാ വിജയത്തിനും ക്രൂരത ആവശ്യമില്ല. ഈ വീഡിയോയിൽ ദുഷ്ടന്മാരെങ്ങനെ വളരുന്നുവെന്നും അവരെ പോലാകാതെ എങ്ങനെ വിജയിക്കാമെന്നും നമുക്ക് നോക്കാം. നമുക്ക് അധികാരത്തെപ്പറ്റിയും സത്യത്തെക്കുറിച്ചും സംസാരിക്കാം. അധികാരം പുതിയ കാര്യമല്ല. നഗരങ്ങൾക്കും അതിർത്തികൾക്കും നിയമങ്ങൾക്കും മുമ്പേ അധികാരം അതിജീവനമായിരുന്നു. കാട്ടിൽ നീതി നിങ്ങളെ പോറ്റുന്നില്ല, ദയ നിങ്ങളെ സംരക്ഷിക്കുന്നില്ല, ശക്തിയാണ് നമ്മെ സംരക്ഷിച്ചിരുന്നത്. ആ ചിന്താഗതി നമ്മെ വിട്ടു പോയിട്ടില്ല. ഇന്നും എല്ലാ ഹാൻഡ് ഷേക്കുകൾക്കും ഹാഷ്ടാഗുകൾക്കും താഴെ അതേ പ്രാകൃതമായ മത്സരം തുടരുന്നു. ജോലികൾ, ബന്ധങ്ങൾ, രാഷ്ട്രീയം, നമ്മളിപ്പോഴും പരിമിതമായ വിഭവങ്ങൾക്കായി മത്സരിക്കുന്നു. ഈ ലോകത്ത് മടിച്ചു നിൽക്കുന്നവർ തോൽക്കും. അതുകൊണ്ടാണ് ദുഷ്ടത വിജയിക്കുന്നത്. അത് ശ്രദ്ധ നേടുന്നു, ഫലങ്ങൾ നൽകുന്നു. എന്നാൽ സമൂഹം നമ്മോട് പറയുന്നത് നല്ലവരും ക്ഷമയും വിനയമുള്ളവരായിരിക്കാനാണ്. എന്തുകൊണ്ട്? എല്ലാവരും ന്യായമായി കളിച്ചാൽ ചതിക്കുന്നവർക്ക് നേട്ടമുണ്ടാകും. ഏറ്റവും ശക്തരായവരല്ല എപ്പോഴും ഉയരുന്നത്, ധൈര്യശാലികളാണ്. മറ്റുള്ളവർ ഭയക്കുന്ന നിയമങ്ങൾ ലംഘിക്കാൻ ധൈര്യമുള്ളവർ. അങ്ങനെ നമ്മളെല്ലാം ചിന്തിക്കുന്നു. മാനം കളഞ്ഞും പണമുണ്ടാക്കുക, അല്ലെങ്കിൽ ന്യായമായി കളിക്കുക, പാവപ്പെട്ടവനായി ജീവിക്കുക. ഇതല്ലാതെ മൂന്നാമതൊരു മാർഗമുണ്ടോ? എങ്ങനെയാണ് നമ്മൾ സത്യസന്ധമായി വിജയിക്കുക? നിങ്ങൾ ഡീഫൻസ് കളിക്കുന്നത് നിർത്തുക. നീതി നിങ്ങളെ സംരക്ഷിക്കാൻ കാത്തിരിക്കുന്നത് നിർത്തുക. ഒരു ഇരയെ പോലെയല്ല, ഒരു തന്ത്രജ്ഞനെ പോലെ ചിന്തിക്കാൻ പഠിക്കുക. നിങ്ങൾ പോകുന്ന ഓരോ സ്ഥലത്തും അവിടെയുള്ള കാര്യങ്ങൾ മനസ്സിലാക്കുക. പവർ ഡൈനാമിക്സ് മനസ്സിലാക്കുക. ഗെയിമുകൾ കണ്ടെത്തുക. കാരണം അവ എല്ലായ്പ്പോഴും അവിടെ ഉണ്ടാകും. നിയമങ്ങൾ എത്രമാത്രം ന്യായരഹിതമാണെന്ന് പരാതിപ്പെടുന്നതിന് പകരം അവ പഠിക്കുക. എന്നിട്ട് സത്യസന്ധതയോടെ അവയെ ആവശ്യാനുസരണം ഉപയോഗിക്കുക. അതാണ് വ്യത്യാസം. ദുഷ്ടരായ ആളുകൾ സ്വന്തം നേട്ടത്തിനായി നിയമങ്ങൾ ലംഘിക്കുന്നു. തന്ത്രപരമായ ആളുകൾ നിയമങ്ങൾ മനസ്സിലാക്കുകയും വലിയ കാര്യങ്ങൾക്കായി അവ ഉപയോഗിക്കുകയും ചെയ്യുന്നു. ലോകം ധൈര്യത്തെ പ്രോത്സാഹിപ്പിച്ചേക്കാം, പക്ഷെ ധൈര്യം ക്രൂരതയല്ല. ഉയരാൻ നിങ്ങൾക്ക് മറ്റുള്ളവരെ നശിപ്പിക്കേണ്ടതില്ല. നിങ്ങൾ ആർക്കും അവഗണിക്കാനാവാത്തത്ര മൂല്യമുള്ളവനായിരിക്കണം. ആർക്കും ഇളക്കാനാവാത്തത്ര അച്ചടക്കമുള്ളവനായിരിക്കണം. ആർക്കും ശ്രദ്ധ മാറ്റാനാവാത്തത്ര ലക്ഷ്യബോധമുള്ളവനായിരിക്കണം. നിങ്ങളുടെ മൂല്യങ്ങളുമായി നിങ്ങൾ തല ഉയർത്തി നിൽക്കുമ്പോൾ അത് ദൗർബല്യമല്ല, അത് ശക്തിയാണ്. അധികാരം മറ്റുള്ളവരെ ചവിട്ടി മതിക്കുന്നതിലല്ല, ആർക്കും കണ്ണെടുക്കാൻ പറ്റാത്തത്ര ഉയരത്തിൽ നിൽക്കുന്നതിലാണ്. ഈ ലോകം നീതിയുക്തമല്ല. ദയയുള്ളവർക്ക് വേണ്ടി അധികാരം കാത്തു നിൽക്കില്ല. എന്നാൽ നിങ്ങൾ ഉയരാൻ ക്രൂരനാകണമെന്ന് ഇതിനർത്ഥമില്ല. കാരണം യഥാർത്ഥ അധികാരം വെറും വിജയിക്കുന്നതിലല്ല, നിങ്ങളുടെ വ്യക്തിത്വം നഷ്ടപ്പെടുത്താതെ വിജയിക്കുന്നതിലാണ്.